ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. ഈ സിനിമയുടെയും മറ്റ് സിനിമകളുടെയൊക്കെ കളക്ഷൻ വിവരങ്ങൾ പങ്കുവയ്ക്കുമെങ്കിലും പേട്രിയറ്റ് എന്ന സിനിമ ഞാൻ ഇന്നലെ ശനിയാഴ്ചയാണ് കണ്ടത്. വളരെ നല്ല തിരക്കഥ, നല്ല മേക്കിംഗ്, അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിങ്ങനെ സിനിമയിലെ ഒട്ടുമിക്ക നടീനടന്മാരും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സാങ്കേതിക മേന്മയിലൊക്കെ വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഈ സിനിമയ്ക്ക് അതിനനുസരിച്ചുള്ള ഒരു കളക്ഷനല്ല നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് വളരെ സങ്കടകരമായ കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഞായറാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്യുന്നത് 26,15,00,000 രൂപയായിരുന്നു. 10-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,20,00,000 റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 27,35,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 74-75 കോടി റേഞ്ചിലാണ്. മെയ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ദൃഢം. ഷെയ്ൻ നിഗൻ നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മാത്യു വർഗീസ്, അഭിരാൻ രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, കൃഷ്ണപ്രഭ, കോട്ടയം രമേശ്, ദിനേശ് പ്രഭാകർ, സാനിയ ഫാത്തിമ എന്നിങ്ങനെ നല്ല താരതരെയും അണിനിരന്നിട്ടുണ്ട്. ഈ സിനിമയും ആദ്യ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച കളക്ഷൻ കൂടിയിട്ടുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 1,49,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 90 ലക്ഷത്തിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 2,40,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 3,50,00,000 മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മെയ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദാദി കി ഷാദി. ആശിഷ് ആർ മോഹൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീതു സിംഗ്, കപിൽ ശർമ്മ, ശരത് കുമാർ, സാദിയ ഖത്തീബ്, യോഗി രാജ് സിംഗ് എന്നിങ്ങനെ നല്ലൊരു താരതര അണിനിരന്നിട്ടുണ്ട്. സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 2,10,00,000 രൂപയായിരുന്നു. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസായി നേടിയെടുക്കാൻ സാധ്യത 1,60,00,000 റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 3,70,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,50,00,000 റേഞ്ചിലുമാണ്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. ചിത്രം 4-ാമത്തെ ഞായറാഴ്ച കൂടിയായ 24-ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമ ഇന്നലെ വരെയുള്ള 23 ദിവസം കൊണ്ട് കേരളത്തിൽ 31 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 194,15,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് $6.02 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 57,42,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെയുള്ള 23 ദിവസം കൊണ്ട് 251,57,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 130 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ വമ്പൻ ലാഭമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ധനുഷ് നായകനായി വിഘ്നേഷ് രാജ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 30 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കര. ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 66 ലക്ഷം രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി 28,96,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 43,12,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് 10,40,00,000 ഉൾപ്പെടെ 53,52,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. 100 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 30 തിയേറ്ററിലെ കേടി ദി ഡെവിൾ എന്ന കന്നഡ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ 23,16,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 13 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 23,29,00,000 രൂപയാണ് കേടി ദി ഡെവിൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 76 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.